അള്ളാഹ്ക്ക് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം അതൊരു അടിമ ചെയ്യുകയാണെങ്കിൽ അവന് എല്ലാ അർത്ഥത്തിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമെന്നാണ്. അള്ളാന്റെ ഇഷ്ടം ആ മനുഷ്യർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. എങ്കിൽ അങ്ങനെയുള്ള ഒരു 5-6 കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, അതെല്ലാം നമ്മൾ പലവരും കേട്ടതായിരിക്കാം. എന്നാലും ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാനും ഓർമ്മയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താനും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടത് ഒന്നെന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കി തന്ന കാര്യങ്ങൾ അത് പെർഫെക്റ്റ് ആയിക്കൊണ്ട് ചെയ്യാന്നുള്ള തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ചെയ്യാന്നാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഞാൻ എന്റെ അടിമക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്ത് ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നതാണ് അവരിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊരു വീഴ്ചയും വരുത്താത്തൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒന്നാമത്തെ കടമ നമ്മൾ കടന്നു എന്നതാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നിസ്കാരം അതിൽ ഏറ്റവും കൂടുതൽ ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതർ ഈ സംഭവം പറയുമ്പോൾ തന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ എന്താ അറിയോ? നിസ്കാരത്തിന്റെ വിഷയം തന്നെയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു പ്രവാചകനോട്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, പ്രവാചകരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ? പ്രവാചകന്റെ മറുപടി, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ള. എപ്പോഴെങ്കിലും അല്ല, അതിന്റെ അവ്വൽ സമയത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കണിശ നമുക്കുണ്ടോ? എത്ര വലിയ ജോലി തിരക്കിലുണ്ടെങ്കിലും ബാങ്ക് കൊടുത്താൽ പിന്നെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ആ 20 മിനിറ്റിനുള്ളിൽ നമുക്കൊരു പ്രയാസം, ഒരു എട്ടങ്കരം ഉണ്ടാകണം, പടച്ചോനെ നഷ്ടപ്പെടും, ഇതൊരു പേടി ബേജാറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി സമയത്ത് തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതെന്തുകൊണ്ടാണെന്നറിയാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്? കാരണം നിസ്കാരം ഒരു മനുഷ്യന്റെ മനസ്സിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അതിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആ മനുഷ്യർക്ക് പിന്നീട് മ്ലേച്ഛമായതൊന്നും ശരിക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ്. നിസ്കാരം ഒരാൾ കൃത്യമായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം ഒരുപാട് പാപങ്ങളിൽ ആ മനുഷ്യൻ സേഫായിരിക്കുമെന്നാണ്. അതുകൊണ്ട് അവനെ ആ നിലയിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ഒരു ഘടകമാണ് നിസ്കാരം എന്നതുകൊണ്ട് തന്നെ നിസ്കാരത്തെ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് ആ മനസ്സിൽ തട്ടിയിട്ടുള്ള നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ, അടക്കത്തോടുകൂടെ, ഒടുക്കത്തോടുകൂടെ, ആ ഒരു നിലക്കുള്ള ഒരു ഒതുക്കത്തോടുകൂടെ നിർവഹിക്കുന്നിടത്തേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ നമസ്കാരം എന്നുള്ളത് ഞാൻ ഓരോ ബാങ്ക് വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരണം, എന്റെ റബ്ബിന് എന്നിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മം ചെയ്യാനാ ആ പള്ളിമിനാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടം എനിക്ക് നേടാൻ പറ്റും. ഇല്ലെങ്കിലോ ഒരു ഇഷ്ടക്കുറവ് നമ്മുടെ വിഷയത്തിൽ പടച്ചോർക്ക് വന്നു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിർബന്ധമാണ്. സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒരു മൂലയിൽ കൊണ്ടുപോയി നിർവഹിക്കേണ്ട ഒന്നല്ല നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിന് ഒരു ഗൗരവ സ്വഭാവം വീട്ടിലുള്ള സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസി അവർ വിജയിച്ചു എന്നാണ്. എങ്ങനെയുള്ള വിശ്വാസികൾ? വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്ന എല്ലാവരും അല്ല. ഒന്നാമത്തെ ക്വാളിറ്റി ആയിക്കൊണ്ട് റഹ്മാനായ റബ്ബ് പറയാം, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരമൊക്കെ ഒരു ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുന്ന ആളുകളെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ ഇഷ്ടം നമുക്ക് വേണോ? നമ്മുടെ അമലുള്ള കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അത് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മറുപടി നിസ്കാരം ഏറ്റവും നന്നായിക്കൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ തന്നെ സുന്നത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒന്നാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായത് അസ്സലാത്തു ഫീ ജൗഫിൽ ലൈലി, ഒരു മനുഷ്യൻ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് വന്ന് അടിമകളോട് ചോദിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ തരാമെന്ന് പറയുന്ന ഒരു ഓഫർ. ഏകദേശം സുബഹിയോട് അടുക്കുന്ന അവസാനത്തെ സമയം, ഞാൻ സമയത്ത് എണീക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വല്ലാത്തൊരു വസിയത്തുണ്ട്. എന്റെ കൂട്ടുകാരൻ എനിക്ക് 3 വസിയത്ത് നൽകിയെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വസിയത്ത് എല്ലാ മാസവും 3 നോമ്പെങ്കിലും സുന്നത്ത് നോമ്പ് നോക്കുക എന്നുള്ളതാണ്. 2 റക്അത്തെങ്കിലും എല്ലാ ദിവസവും
നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് വിത്തറാക്കണമെന്ന് എന്നോട് വസിയത്ത് നൽകിയെന്നാണ്. അതുകൊണ്ട് ഇനി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് നിസ്കരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞൊരു 3 റക്അത്തെങ്കിലും സുഹൃത്തുക്കളെ വിത്തറാക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം ദിക്റുകൾ പതിവാക്കുന്നതിനെ കുറിച്ചാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞത് ഒരു മുടക്കൂല്ല സുഹൃത്തുക്കളെ, ഒരു മുടക്കൂല്ല. ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടായാൽ മതി, ഒരു തൗഫീഖ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അല്ലാഹു റസൂൽ പറയാ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടേ, വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങൾ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട കർമ്മം, വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ നന്മയുടെ ആ ഒരു പദവി ഏറ്റവും നന്നായി കൊണ്ട് നിങ്ങൾക്ക് ഉയർത്തി തരുന്ന ഒരു കർമ്മം, വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ് വഖൈറുൻ ലക്കും മിൻ അൻ തൽഖു അദുവകും ഫതദ്രിബു അനാകഹും വയദ്രിബു അനാകകും, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വർണ്ണവും വെള്ളിയും ദാനധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ മുൻപന്തിയിലെത്താൻ കഴിയുന്ന, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നിങ്ങളുടെ ശിരസ് മറ്റുള്ളവർ ഛേദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഉന്നതമായ കർമ്മം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമല്ല പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു റസൂൽ പറയാ ദിക്റുല്ലാഹ് എന്നാണ്. ദിക്റുല്ലാഹ്, അല്ലാഹുക്ക് ദിക്ർ എടുക്കുക, അത് വല്ലാതെ ആർക്കും കിട്ടൂല സുഹൃത്തുക്കളെ. അത് അങ്ങേയറ്റം തൗഫീഖുള്ള എനിക്ക് കിട്ടും. അപ്പൊ നമ്മൾ എത്ര ദിക്റുകൾ കേട്ടു പഠിച്ചു, ജീവിതത്തിൽ എത്ര ശതമാനമുണ്ട്? അതുകൊണ്ട് എന്താണെന്നറിയോ, ഒരു തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ദിക്റുകൾ നമ്മുടെ നാവിന്റെ തുമ്പത്ത്, മനസ്സിലേതായിരുന്നാലും പടച്ചവനെ കുറിച്ച് ഓർമ്മ ഉണ്ടാകണം. ഒരു ഹറാമ് കാണുമ്പോൾ പടച്ചവൻ ഇത് ചെയ്താൽ എന്താകും? അത് ദിക്റുൽ ഖൽബാണ്, ഹൃദയത്തിലുള്ള ദിക്റാണ്. ഇവിടെ പറഞ്ഞ ദിക്റും ബിൽ ലിസാനാണ്, നാവ് കൊണ്ട് നമുക്ക് ഒരുപാട് കഴിയണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകൾ പ്രവാചകൻ വീണ്ടും മെൻഷൻ ചെയ്ത് പഠിപ്പിച്ചു. ദിക്റുകൾ ഏതായിരുന്നാലും പടച്ചവർക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ള കർമ്മമാണ്. ഞാൻ ദിക്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ഏതാ? അല്ലാഹു റസൂൽ പറയും, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബ, 4 കാര്യങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. 4 ദിക്റുകൾ. എന്താ അത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? ഒറ്റടിക്ക് 4 വെച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമുക്ക് ഒഴിവുള്ള സമയങ്ങളൊക്കെ ചൊല്ലാം, ഏത് പണിയെടുക്കണം നമുക്ക് ചൊല്ലാം. അങ്ങനെ ദിക്റിന്റെ പിന്നാലെ നമ്മൾക്ക് കൂടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം തൃപ്തിപ്പെടുത്താനും അതുവഴി സ്വർഗ്ഗം ഉറപ്പുവരുത്താനും നമുക്ക് കഴിയുമെന്ന് റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദിക്റുകൾ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ദിക്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അള്ളാഹു നമ്മളോട് സംസാരിച്ചു വെച്ച വാചകത്തെ നമ്മൾ പറയാണ്, അല്ലെ? ഒരു ഹർഫിന് സുഹൃത്തുക്കളെ 10 കൂലി. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആന്റെ 1/3 പാരായണം ചെയ്ത കൂലിയാണ്. 10 ലക്ഷം കൂലിയാണ് കിട്ടാൻ പോകുന്നത്, അല്ലെ? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസവും നമുക്ക് ഉണ്ടാകരുത്. വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പല ആളുകൾ കൊട്ടിയടക്കുകയാണ്, പിന്നെ പിറ്റേ കൊല്ലാണ് അതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞ 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഖത്തം തീരണം എന്നാണ്. 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഖത്തം തീരണം. കാരണം ഒരു സ്വഹാബി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഞാൻ ഖത്തം തീർക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു 40 ദിവസങ്ങൾ തീർത്തോന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ എനിക്ക് അതിനേക്കാൾ മുമ്പേ തീർക്കാൻ കഴിയും. പിന്നെ പ്രവാചകൻ കുറച്ചൊന്നിങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ നേരത്തെ ഓതാൻ കഴിയും. അങ്ങനെ പറഞ്ഞ അവസാനം 3 അവസാനിപ്പിച്ചു. 3 ദിവസം എനിക്ക് വേണ്ട, അതിനേക്കാൾ മുമ്പ് എന്റെ ഖത്തം തീരുമാനം പറ്റൂല. 3 ദിവസമെങ്കിലും എടുത്തിട്ട് ഈ സാധാരണ മാസങ്ങളിൽ തീർക്കാൻ പറ്റുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പ്രവാചകൻ ആദ്യം പറഞ്ഞത് 40ന്റെ കണക്കാണ്. അതുകൊണ്ട് 40 ദിവസം കഴിയുമ്പോഴേക്കും ഒരു വിശ്വാസി ശരിക്ക് അള്ളാഹു അവനോട് സംസാരിച്ച 6000 ചില്ലാനം വരുന്ന വാചകങ്ങൾ അവന്റെ നാവിലൂടെ ഉരുവിടാൻ പരിശ്രമിക്കണം. പരിശ്രമിക്കാത്തൊരു കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണെന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു ദിവസം ആ നിലക്കൊരു ഒരു പ്രത്യേക സമയം നമ്മൾ ഖുർആന്റെ വിഷയത്തിൽ മാറ്റിവെക്കണം എന്നുള്ളതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കണം. ഒരിക്കലും നഷ്ടം പെടൂല എന്നാണ്. നഷ്ടം പറ്റാത്ത കച്ചവടം എന്ന നിലക്കാണ് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആന്റെ പാരായണത്തെ കുറിച്ച് പറഞ്ഞത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ.
അല്ലെ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, നമസ്കാരം ഉറപോലെ നിർവഹിക്കുന്ന, അതേപോലെ തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ അള്ളാഹ് നൽകിയതിൽ നിന്നും സദഖ കൊടുക്കുന്ന, അതിന്റെ കാണിക്കുന്ന ആളുകൾ, അവർ ഏർപ്പെട്ടിട്ടുള്ളത് നഷ്ടം വരാത്ത കച്ചവടത്തിലാണെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു പേജ് നമ്മൾ ഓതി തീരുമ്പോൾ എത്രയോ കൂലി, 5000 ചില്ലാനും വരുന്ന കൂലി മിനിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് എന്ന ബോധം റമദാനിൽ മാത്രമാകരുത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൂചിപ്പിക്കണം. 4ാമത്തെ കാര്യം എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാ? നിസ്കാരത്തെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യു? നിസ്കാരമൊക്കെ പിന്നെ ഏതാ പ്രവാചകരെ? അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? സുമ്മ ബിർറുൽ വാലിദൈൻ. ബിർറുൽ വാലിദൈൻ. ഉമ്മയുണ്ടോ നിനക്ക്? ഉപ്പയുണ്ടോ നിനക്ക്? അവർക്ക് നിന്നെ കൊണ്ട് കഴിവിന്റെ പരമായി നന്മകൾ ചെയ്യാൻ കഴിയണമെന്ന, നന്മകൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെന്ന. എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കി ഒരു മാസം ഒരു 10,000 5,000 എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഈ നന്മ എന്ന് പറഞ്ഞത്. പരിഗണിക്കാൻ കഴിയണം. അവരുടെ വാക്കുകളെ പരിഗണിക്കാൻ കഴിയണം. അവർ നമ്മുടെ കൂടെ ഹയാത്തിലുണ്ടോ? സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കഴിവിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന രൂപത്തിൽ അത് നിർവഹിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? അവരൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിലിട്ട് പരിഹസിക്കുകയോ ആ നിലക്ക് അവരെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത്. നമ്മളൊക്കെ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എത്ര വലിയ ലോകം കണ്ടവരാണെങ്കിലും, ഒരു പക്ഷെ നമ്മുടെ ഉപ്പാക്കോ ഉമ്മാക്കോ സ്വന്തം പേരൊന്ന് എഴുതാനുള്ള ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലെങ്കിലും സുഹൃത്തുക്കളെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ച കൊടുക്കണമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രയോ ഇടങ്ങളിൽ അള്ളാഹുവിനോടുള്ള കടമകൾ പറഞ്ഞ ഉടനെ പിന്നെ റഹ്മാനായ റബ്ബ് പറഞ്ഞ കടമ മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. റബ്ബ് വിധിച്ചു എന്നാണ്. ആ ആയത്ത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാ റബ്ബ് ആ വിഷയം എടുത്തിട്ടത്. എന്താ വിധിച്ചത്? നീ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ ഡ്യൂട്ടി. അത് പറഞ്ഞ ഉടനെ തന്നെ പറയാ, നിന്നെ കൊണ്ട് കഴിവിന്റെ പരമായി നിന്റെ മാതാവിനും പിതാവിനും നന്മ ചെയ്യുന്നതാണ്. മറ്റൊരായത്തിൽ പറഞ്ഞു, അനിഷ്കുർലി, എനിക്ക് നന്ദി കാണിക്കണം. അല്ലേ? എനിക്ക് മാത്രല്ല കേട്ടോ, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ നന്ദി കാണിക്കണം. റഹ്മാനായ റബ്ബ് പറയാ, ഇലയ്യൽ മസീർ, ഇലയ്യൽ മസീർ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്നിലേക്കാ തിരിച്ചു വരാനുള്ളതെന്നാ. എന്നിലേക്കാ തിരിച്ചു വരാനുള്ളതെന്ന്. വാപ്പാനും ഉമ്മാനും കിട്ടിയിട്ട് ഓർക്ക് ആ രൂപത്തിലുള്ള ശുക്ർ നന്ദി കാണിക്കാത്തവനായിക്കൊണ്ട് ഒരു ജീവിതമാണെങ്കിൽ തിരിച്ചു വരാനുള്ളത് എന്നിലേക്കാണെന്നൊരു പേടിപ്പെടുത്തലാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാതാപിതാക്കൾ നമുക്ക് ഭാരമാകരുത്. നമ്മൾ മാതാപിതാക്കൾക്ക് ഭാരം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എവിടെയും കൊണ്ടാക്കിയിട്ടില്ല, അന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അവരുടെ സുഖങ്ങൾക്ക് പോലും നമ്മൾ തടസ്സമായിരുന്നു. സ്വസ്ഥമായിരുന്നു ഉറങ്ങാൻ നമ്മളായിരുന്നു തടസ്സം. ഇഷ്ടപ്പെട്ടൊരിടത്തേക്ക് യാത്ര പോകാൻ നമ്മളായിരുന്നു തടസ്സം. നമ്മൾ രോഗിയായപ്പോൾ ഉമ്മാന്റെ സ്വപ്നം വെട്ടിക്കുറച്ചു. നമുക്ക് 2 മെഡിസിൻ അധികം എഴുതിയപ്പോ ഉമ്മ അവരുടെ ആ ഒരു മെഡിസിൻ വേണ്ടെന്ന് വെച്ചു. അടുത്ത മാസം വാങ്ങാന്ന് വെച്ചു. പിന്നെ ആ സാധു മറന്നു. അതൊന്നും മറക്കരുതേ സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളാക്കിയ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥനയുടെ ഇടം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സുന്ദരമായൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ കോറിയിടുന്ന ഒരു സൂറത്തുൽ നംലിൽ അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയുണ്ട്, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ നഅമല സാലിഹൻ തർളാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അവിടെ ഈ മാതാപിതാക്കൾ അദ്ദേഹം മറന്നിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ എടുക്കുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കർമ്മമാണെന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള കർമ്മമാണെന്ന് കൂടെ തിരിച്ചു നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് അവനിലേക്ക് അടുക്കുക വഴി സ്വർഗ്ഗത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു കർമ്മമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈമാനു ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, അഥവാ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഏതാ റസൂൽ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കോറിയിട്ടത് സിലത്തുർ റഹിം, കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിലേക്കില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശപിക്കപ്പെട്ടവന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കുടുംബബന്ധം മുറിച്ചവൻ. നിസ്സാരമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് സുഹൃത്തുക്കളെ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നാണ്. കുറച്ച് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങോട്ട് വന്നവനോട് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്താണ്. നിന്നോട് ബന്ധം വിച്ഛേദിച്ചാലും നീ അങ്ങോട്ട് ബന്ധം തുറത്തിക്കൊണ്ടേയിരിക്കുക. ആ പണി ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ചില ആളുകളുടെ മുമ്പിലൊക്കെ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ആ താഴുന്നവനെ റഹ്മാനായ റബ്ബിന് പെരുത്ത് ഇഷ്ടമാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അടിവേരിറക്കുന്ന സംസാരങ്ങളും ഡയലോഗുകളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന്. പിന്നെ നൽകിയ കടം തിരിച്ചു ചോദിച്ചപ്പോൾ സുഹൃത്ത് നില പറഞ്ഞ വാചക, നിന്റെ മയ്യത്ത് പോലെ ഈ കാണാൻ വരരുത് എന്ന്. എന്ത് വർത്തമാനം ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, എന്ത് വർത്തമാനാണ് അതൊക്കെ, എന്തറിഞ്ഞിട്ടാ അപ്പൊ അതൊക്കെ പറയണത്. ദീനിന്റെ 7 അയലത്ത് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പറ്റും. കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലാണ് തുടങ്ങുന്നത്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധത്തോട് സംസാരിച്ചു എന്നാണ്. കുടുംബ ബന്ധം എണീറ്റ് റബ്ബിനോട് പരാതി പറഞ്ഞു എന്നാണ്. പടച്ചോനെ, എന്നെ എല്ലാവരും മുറിച്ചു കളയാണ്, എന്നെ വലിയ പ്രാധാന്യം കൊടുക്കണില്ല. കുടുംബ ബന്ധത്തോട് റബ്ബ് പറഞ്ഞു എന്നാണ്. നിന്നോട് ബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും. നിന്നാരെങ്കിലും മുറിച്ചാൽ ഖലാസ്, അവനോടുള്ള ബന്ധം ഞാൻ മുറിക്കുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമ്മുടെ വിഷയത്തിൽ ബന്ധം മുറിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബ ബന്ധത്തിന്റെ കൺസെപ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ ഗുണമായി കൂടെ റഹ്മാനായ റബ്ബ് പറഞ്ഞു, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ആരാ വിശ്വാസികൾ? വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. അല്ലാഹു എന്തൊക്കെ ബന്ധങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ബന്ധത്തെ ചേർക്കാൻ ത്യാഗമനോഭാവം കാണിക്കുന്നവരവർ. നമ്മളെ അരിക്കാക്കിയാലും നമ്മളെ ഒഴിവാക്കിയാലും നമ്മളോട് ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ മാന്യമായി കൊണ്ടു ചെല്ലും. കാരണം നമ്മൾ ഈ ബന്ധമൊക്കെ കീപ്പ് ചെയ്യണത് ആരുടെയും കയ്യടിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ബന്ധമൊക്കെ കൊണ്ടു നടക്കുന്നത് ആരുടെയെങ്കിലും പുഞ്ചിരിക്ക് വേണ്ടിയിട്ടല്ല, റഹ്മാനായ റബ്ബിന്റെ പുഞ്ചിരിക്ക് വേണ്ടിയിട്ടാണ്. റഹ്മാനായ റബ്ബിന്റെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ, ഒരുക്കി വെക്കപ്പെട്ട സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. ഈ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നാളെ പരലോകത്തേക്ക് സുഹൃത്തുക്കൾ സ്വർഗാവകാശിയാണെങ്കിൽ പോലും എൻട്രി ലഭിക്കുകയുള്ളൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, കുടുംബ ബന്ധത്തെ കുറച്ച് റിസ്ക് എടുത്തിട്ടും പൊട്ടാതെ ഉടയാതെ നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ ആരാണോ പാടുപെടുന്നത് അതിലൂടെ അവനക്ക് ലഭിക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, സ്ഥിരമായി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു ആവേശപ്പുറത്തൊരു സീസൺ ഭക്തിയിൽ അല്ല കഴിയുന്നത്. അത് കുറച്ചാണെങ്കിലും സ്ഥിരമായി കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആന്റെ പാരായണം സ്ഥിരമാക്കാൻ നമുക്ക് കഴിയണം. വിത്ര നമസ്കാരം സ്ഥിരമായി കൊണ്ട് ഓഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ നന്മകളും വിശിഷ്യ റമദാൻ നമ്മൾ ശീലിച്ച പുതുതായി ഉണ്ടാക്കിയെടുത്ത എല്ലാ നന്മകളും വറ്റാതെ കൊണ്ടു നടക്കാൻ കഴിയും. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല. കുറച്ചാണെങ്കിലും സ്ഥിരമായി കൊണ്ടുനടക്കുന്നുണ്ടോ അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന. 8ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അല്ലെ, ഞാനായിട്ട് ചിന്തത് പറയണമെന്നാ, ഞാനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താ നടക്കാൻ പോണെന്നുള്ളതാ. അങ്ങനെയല്ല. നമ്മളിവിടെ നടത്തി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നതല്ല. ഒരു തിന്മയുടെ കണ്ടപ്പോൾ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. കൈകൊണ്ട് തടുക്കാൻ പറ്റോ? കൈകൊണ്ട് തടുക്കണമെന്നാ. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ പറഞ്ഞതല്ലേ, ഒന്നിനും ഒരു തരമല്ല. മനസ്സുകൊണ്ട് വെറുപ്പ് രേഖപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാ. ഞാനായിട്ട് ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ഇവിടെ ഉണ്ടാകും? ഒന്നും നടക്കാൻ പോല. അതുകൊണ്ട് ഞാനും ഓലപ്പണ്ട് കൂടെ തന്നെ. എന്ത് നിലപാടാത്? കൂടികളാകാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ചിന്മ കാണുമ്പോൾ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്. കുടുംബബന്ധത്തിന്റെ വിഷയം പറഞ്ഞിട്ട് പറസുമ്മ അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. നന്മ കൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലേ, നമ്മൾ കേട്ടൊരു നന്മ നമ്മുടെ ചെവിന്റെ ഉള്ളിൽ മാത്രമല്ല. ഒരു ഖുത്ബ നമ്മൾ കേട്ടു,
എന്തെങ്കിലും ഒന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു സർക്കിളിൽ നമുക്ക് അറിയാം, നമ്മുടെ ഒരു ഇട്ടാവട്ടത്തിൽ നാലാളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാണ്. നന്മ പ്രചരിപ്പിക്കുന്നവർ. തിന്മയുണ്ടോ അത് തടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ. അതിനൊക്കെ നമ്മുടെ സമയവും സന്ദർഭവും നമ്മൾ കാണിക്കാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിയണം. മറ്റൊരു കാര്യമുണ്ട്, എന്ത് നന്മയെ കൽപ്പിക്കുമ്പോഴാകട്ടെ തിന്മ വിരോധിക്കുമ്പോഴാകട്ടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ശൈലി ശ്രദ്ധിക്കണം. ശൈലി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന സ്വഭാവം പല ആളുകളും കാണാൻ പറ്റും. അതുണ്ടാകാൻ പാടില്ല. ഹിക്മത്തോടുകൂടെ കാര്യങ്ങൾ പറയണമെന്നാണ്, സുബറോടുകൂടെ കാര്യങ്ങൾ പറയണമെന്നാണ്. സാക്ഷാൽ ഫിറഔന്റെ അടുക്കലേക്ക് മൂസാ നബിനെ ഹാറൂനെയും പറഞ്ഞയക്കുമ്പോൾ പോലും ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്നാണ്, സോഫ്റ്റ് ആയിക്കൊണ്ട് സൗമ്യമായിക്കൊണ്ട് സംസാരിക്കണമെന്നാണ്. പല ആളുകൾക്കും അതറിയില്ല. കുട്ടി നന്നാകണം, ബാക്കിയുള്ളവർ നന്നാകണം. ഒരു തിന്മ ചൂണ്ടിക്കാണിക്കുമ്പോ ഹാർഷായിക്കൊണ്ട് പറയാണ്, ചാടിക്കേറി പറയാണ്. ഒന്നും നടക്കൂല, ഒന്നും ഒരു റിസൾട്ട് ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ അപ്പുറം എന്ത് എന്നുള്ളതല്ല, പറയുന്നത് വരെ നമ്മുടെ ഡ്യൂട്ടിയാണ്. പറഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാക്കി എന്നുള്ള വിഷയം, എന്ത് റിസൾട്ട് നമുക്ക് കിട്ടി നല്ല കാര്യം പറഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ്. പറയുന്നത് വരെ നമ്മുടെ റോളുള്ളൂ. അള്ളാഹ് റസൂൽ പോലും എടുത്തിട്ട് കൂട്ടിയിട്ട് കൂടാത്ത കുറെ കാര്യങ്ങളുടെ സുഹൃത്തുക്കളുടെ ഹിദായത്തിന്റെ വിഷയം. അള്ളാന്റെ റസൂല് പോലും കൂട്ടിയിട്ട് കൂടാത്ത വിഷയമാണ്. പലപ്പോഴും നന്മ കൽപ്പിച്ചിട്ട് എല്ലാവരും സ്വീകരിച്ചോ? അള്ളാന്റെ റസൂലിന്റെ ഖുതുബ കേട്ടിട്ട് എല്ലാവരും റെഡിയായോ? എല്ലാച്ചോരുണ്ട്. അവിടെ എന്താ അറിയോ, പറയാ മനോഹരമായി നല്ല ലെവലിൽ പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് പോകാതെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മ കൽപ്പിക്കാൻ നമുക്ക് കഴിയണം, തിന്മ വിരോധിക്കാനും കഴിയണം. നമ്മുടെ നാട് നഗരമൊക്കെ ലഹരിയിൽ ആപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്തോ? നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിക്കൊണ്ട് ചെയ്തോ? പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പർവ്വതീകരിക്കുക, കാണുന്നവരുടെ ആശങ്കകൾ കൈമാറിയിട്ട് ആകെ പ്രശ്നമാക്കുന്നതിനപ്പുറത്ത് പരിഹാരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ? സുഹൃത്തുക്കളെ, പരിഹാരം നിർദ്ദേശിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മസമര സംഗമം എന്ന പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മൾ ഇറങ്ങുകയാണ്, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുകയാണ്. എന്താ നമ്മൾ പറയുന്നത്? ബാക്കിയുള്ള ആളുകൾക്ക് എന്താ പറയേണ്ടാകുക? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, മറ്റേ ബറ്റാലിയൻ ഇറക്കണം, അല്ലെ? കുറെ സംഗതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഭയങ്കര തുരുത്താനുള്ള പണിയൊക്കെ എടുക്കണം, ഒക്കെ എല്ലാം വേണം. അത് ഇവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് നമ്മൾ നിർദ്ദേശിക്കുന്ന ആത്യന്തികമായ പരിഹാരമാണ്. എന്താ ആത്യന്തികമായ പരിഹാരം? റഹ്മാനായ റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് കാര്യമില്ല. എപ്പം നിന്റെ റൂഹ് പിരിയുന്നു അതിനപ്പുറത്ത് വലിയൊരു ജീവിതം നിനക്ക് വരാനുണ്ട്. അവിടെ നല്ല നിലക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അല്ലേ? ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു മകന്റെ മനസ്സിലേക്ക് റഹ്മാനായ റബ്ബിന്റെ വെളിച്ചം ഇട്ടുകൊടുത്തതുപോലെയുള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പരലോക ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നീ എവിടെ പോയാലും നിന്നെ റബ്ബ് കാണുന്നുണ്ട്. നീ എന്ത് പറഞ്ഞാലും റബ്ബ് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നിന്റെ നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും സഹപാഠി സഹപ്രവർത്തകൻ ആരും അറിഞ്ഞില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസാദ് ഇന്നഹു സമീഉൻ അലീം. ഈ ആദർശത്തെ ഇട്ടുകൊടുക്കാനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. സുഹൃത്തുക്കളെ, കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ മാർഗത്തിൽ ഇറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി അതിലേക്ക് നീക്കി വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണമെന്നാ പറയണത്. അതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതൊരു നന്മ കൽപ്പിക്കലും തിന്മയെ വിരോധിക്കലുമാണെങ്കിൽ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമൊക്കെയാണത്. അതുകൊണ്ട് ആ നിയ്യത്തോടു കൂടെ സുഹൃത്തുക്കളെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് ഇതിന്റെ കൂടെ ഭാഗവക്കാരൻ കൂടെ കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുക.